സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടതിന് ശേഷം താൻ ചതിക്കപ്പെട്ടുവെന്ന് തോന്നിയതായി സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ്. തന്റെയും തന്റെ കുടുംബത്തിന്റെയും വായ മൂടിക്കെട്ടി എന്നതാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. എന്തായാലും ഈ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ മാത്രമാണ് CBI അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇന്നലെ ജനം TVയോട് അടക്കം പ്രതികരിച്ചതും. ഇന്നലെ ജനം ഡിബേറ്റിൽ അദ്ദേഹം അതിഥിയായി എത്തിയിരുന്നു. അപ്രകാരവും അദ്ദേഹം അങ്ങനെയുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർത്തിയതും. കാരണം CBI അന്വേഷണം എന്ന പേരിൽ ആ സമയത്ത് ഉയരുന്ന പ്രതിഷേധങ്ങളെ തണുപ്പിച്ചു. പക്ഷേ ഈ പ്രതികൾക്ക് CPMന്റെ ഉന്നത നേതാക്കൾ തന്നെ സംരക്ഷണം നൽകുന്നു എന്നുള്ളൊരു ആരോപണം ശക്തമാകുന്നുണ്ട്. CBIക്ക് ഇതുവരെ കേസ് അന്വേഷണം വിട്ടു നൽകിയിട്ടില്ല എന്ന് തെളിഞ്ഞതാണ്. ഇതിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങളിലാണ് താമസം വരുന്നതും. അഖിൽ പാലോട്ടുമടമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അഖിൽ, എന്തായാലും ഒരു രീതിയിലും ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇപ്രകാരം പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം CPM നടത്തുന്നു എന്നുള്ള ആരോപണം ഒരു വശത്ത്, ഇനി CBI അന്വേഷണം വൈകിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് ശ്രമം നടത്തുന്നു എന്ന ആരോപണവും ഉയരുന്നു. സ്വന്തം മകന്റെ നീതി തേടിയുള്ള ഒരു അച്ഛൻ്റെ പരിശ്രമങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ തന്നെ ആ പടിവാതിക്കലുകളിലൊക്കെ തന്നെ എത്തുകയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ സന്ദർശിച്ചിരുന്നു. അപ്പോഴും ഉന്നയിച്ച അതേ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെ കണ്ടതിനു ശേഷവും അദ്ദേഹം പ്രതികരണം നടത്തിയത്. താൻ മുഖ്യമന്ത്രിയുടെ വാക്കു കേട്ട് അത് വിശ്വസിച്ചത് തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെയും വാ അടപ്പിച്ചു എന്നും സമരങ്ങളിൽ നിന്നൊക്കെ തന്നെ സമരം ചെയ്ത രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളെയൊക്കെ തന്നെ പിൻവലിപ്പിച്ചു എന്നുമുള്ള ഒരു ആരോപണവും കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കാരണം വിജ്ഞാപനം മാത്രം ഇറക്കിയാൽ പോലെ അതിൻ്റെ സാങ്കേതികത്വം എനിക്കറിയില്ലെങ്കിൽ പോലും താൻ അന്വേഷിക്കുന്ന സമയത്ത് അതിൻ്റെ വിജ്ഞാപനങ്ങൾ മാത്രം ഇറക്കിയാൽ പോരാ, അതിൻ്റെ ബാക്കി തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകേണ്ടതായിരുന്നു. പക്ഷെ അത് വൈകിപ്പിക്കുന്നു എന്നൊരു ആരോപണം കൂടി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, തന്നെ സഹായിക്കുമെന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെയും ഒപ്പം തനിക്ക് പോകുന്നത് കാര്യത്തിൽ ഒരു മടിയുമില്ല എന്നും അദ്ദേഹം ചേർത്ത് വെക്കുന്നുണ്ട്. താൻ ഇനി എന്തായാലും ഭരണപക്ഷത്തെ സമീപിക്കില്ല, ഭരണപക്ഷം തന്നെ ഒരു കാര്യത്തിലും സഹായിക്കാൻ എത്തുന്നുമില്ല, താൻ മുഖ്യമന്ത്രിയെ വിശ്വസിച്ചത് വലിയ അബദ്ധമായി പോയി, അതിൽ വിശ്വസിച്ചതിൽ താൻ ചതിക്കപ്പെട്ടു എന്നൊരു ആരോപണം കൂടി സിദ്ധാർത്ഥന്റെ അച്ഛൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ മകന്റെ നീതി തേടിയുള്ള യാത്ര ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ശക്തമാക്കാൻ തന്നെ, ആ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം തീരുമാനിക്കുന്നത്. ഇനിയും ഈ കാര്യത്തിൽ CBI അന്വേഷണം വൈകിയാൽ മുഖ്യമന്ത്രിയുടെ വസതിയുടെ മുമ്പിലായിരിക്കും സിദ്ധാർത്ഥന്റെ അച്ഛൻ്റെ സമരം ആരംഭിക്കുക. അതിൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചേർത്ത് പറയുന്നത്, പോലീസ് ഇപ്പോഴും നിലവിൽ ആ കേസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടികൾ അടക്കമുള്ള SFIയുടെ നേതാക്കളെയും പ്രതികളെയും ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാതെ ഇത്തരത്തിലുള്ള ഒരു മെല്ലപ്പോക്ക് ഉണ്ടാകുന്നത്? ഇതിലൊരു ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നലെയും ജനം TVയുടെ ചർച്ചയിൽ അദ്ദേഹം സൂചിപ്പിച്ച കാര്യം ഇന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. SFIയുടെ സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിൻ്റെ പൂർണ്ണ അറിവോടുകൂടിയാണ് മാസങ്ങളായി തൻ്റെ മകൻ വേട്ടയാടപ്പെട്ടത്. അവിടെ നിരവധിയായ കുട്ടികൾ ഇത്തരത്തിലുള്ള വേട്ടയാടലിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. SFIയുടെ കോടതി അവിടെ പ്രഖ്യാപിക്കുന്നത് പോലെയായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ആ വിദ്യാർത്ഥികൾ ഗുരുതരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നുണ്ട്. കാരണം സിദ്ധാർത്ഥ് തന്നെ തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, മുട്ടിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ മുതിർന്ന SFIയുടെ നേതാക്കൾ ഒക്കെ തന്നെ എത്തുന്ന സമയത്തും ഇത്തരത്തിലുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സർക്കാരിനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ വെക്കുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഒരു വിജ്ഞാപനം മാത്രം പുറത്തിറക്കി തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും വാ മൂടിക്കെട്ടി തന്നെ ഇതിൽ നിന്നും പിടിച്ചു മാറ്റി നിർത്താമെന്നൊരു ശ്രമം സർക്കാർ നടത്തി. പക്ഷേ അതിൽ താൻ ഒരു വട്ടം വീഴുന്നുപോയി, ഇനി അതുണ്ടാകില്ല, എന്തായാലും സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അനു.